നമസ്കാരം. ഇന്ന് നമുക്ക് ചൈനീസ് ഭാഷയുടെ ഒരു പ്രധാന പാഠം കാണാം. ഹൗ ടു റെക്കഗ്നൈസ് ടോൺ മാർക്സ് ഇൻ ചൈനീസ്. ചൈനീസ് ഭാഷ ഒരു ടോൺ ബേസ്ഡ് ലാംഗ്വേജ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരേ സ്പെല്ലിംഗ് ആയിട്ടും ടോൺ മാറുമ്പോൾ അർത്ഥം പൂർണ്ണമായും വ്യത്യാസപ്പെടും. പക്ഷേ ഇന്ന് നമുക്ക് പ്രൊനൗൺസിയേഷൻ അല്ല, എങ്ങനെ ടോൺ മാർക്ക് തിരിച്ചറിയാം എന്നതാണ് പഠിക്കേണ്ടത്. റോമൻ അക്ഷരങ്ങളിൽ എഴുതിയ ചൈനീസ് ഉച്ചാരണമാണ് പിനിയിൻ സിസ്റ്റം. പക്ഷേ അതിൽ കാണുന്ന ചെറു മാർക്കുകൾ, അതാണ് ടോൺ മാർക്സ്. ചൈനീസ് ഭാഷയുടെ ആത്മാവ്. ചൈനീസ് ഭാഷയുടെ ഓരോ വാക്കും ഒരു സംഗീത നോട്ട് പോലെയാണ്. അവയെ ശരിയായി വായിക്കാൻ ആദ്യം തിരിച്ചറിയേണ്ടത് ടോൺ മാർക്കാണ്. ഒരു ചെറിയ രേഖ, പക്ഷെ അതാണ് മുഴുവൻ ശബ്ദത്തിൻ്റെ പാതയെ നിർണ്ണയിക്കുന്നത്. ടോൺ മാർക്ക് എല്ലായ്പ്പോഴും സിലബിളിൽ വരുന്ന വവ്വൽസിനു മുകളിലാണ് വരുന്നത്. ഇത് തിരിച്ചറിയാനുള്ള നിയമം സിമ്പിൾ ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സിലബിളിൽ എ ഉണ്ടെങ്കിൽ മാർക്ക് എയിൽ തന്നെ വരും, എ ഇല്ലെങ്കിൽ ഓയിൽ, അതുമില്ലെങ്കിൽ ഇയിൽ. അങ്ങനെ ഈ ഓർഡറിൽ മുന്നോട്ട് പോകും. ഇത് മനസ്സിലായാൽ നിങ്ങൾക്ക് ഏത് സിലബിളിലും മാർക്ക് എവിടെയായിരിക്കും എന്ന് കൃത്യമായി കണ്ടെത്താം. ഇനി നമുക്ക് ഓരോ ടോൺ മാർക്കും വിഷ്വലി എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം. ഫസ്റ്റ് ടോൺ, ഒരു നേരായ സമതല രേഖ. ശബ്ദം ഹൈ പൊസിഷനിൽ തന്നെ നിൽക്കും. ഈ മാർക്ക് കാണുമ്പോൾ ഫസ്റ്റ് ടോൺ ആണെന്ന് മനസ്സിലാക്കുക. സെക്കൻഡ് ടോൺ, ഇത് മുകളിലോട്ട് കയറുന്ന ഒരു രേഖ. റൈസിംഗ് സൗണ്ട് കാണിക്കുന്ന മാർക്കാണിത്. തേർഡ് ടോൺ, താഴേക്ക് പോയി പിന്നെ വീണ്ടും കയറുന്ന രേഖ. ഷേപ്പ് നോക്കിയാൽ തന്നെ സൗണ്ട് കർവ് ആണെന്ന് മനസ്സിലാകും. ഫോർത്ത് ടോൺ, താഴേക്ക് വീഴുന്ന രേഖ. ഇതൊരു ഷാർപ്പ് ഫാളിംഗ് സൗണ്ട് കാണിക്കുന്നു. ശബ്ദം താഴേക്ക് വീഴുന്നത് പോലെ തന്നെ കാണിക്കുന്നു. ന്യൂട്രൽ ടോൺ, സിലബിളിന് മുകളിൽ ഒരു മാർക്കുമില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ന്യൂട്രൽ ടോൺ ആണെന്ന്. സൗണ്ട് ലളിതവും വളരെ ഷോർട്ടുമായിരിക്കും. ടോൺ മാർക്ക് കാണുമ്പോൾ നമ്മൾ ആ മാർക്കിൻ്റെ ഷേപ്പ് നോക്കണം. എന്നിട്ട് ആ ഷേപ്പ് പോലെ തന്നെ ഉച്ചാരണത്തിന് ശ്രമിക്കണം. നമുക്ക് ഓരോ ടോണും എങ്ങനെ ഓർത്തെടുക്കാം എന്നൊന്ന് നോക്കാം. ഫസ്റ്റ് ടോൺ നേരെ നീളുന്ന ആകാശം പോലെയാണ്. സെക്കൻഡ് ടോൺ മുകളിലേക്ക് കയറുന്ന ഒരു പർവ്വത പാത പോലെ. തേർഡ് ടോൺ താഴേക്കിറങ്ങി വീണ്ടും കയറുന്ന സൗണ്ട് വേവ്സ് പോലെയാണ്. ഫോർത്ത് ടോൺ ഒരു വീഴുന്ന മഴത്തുള്ളി പോലെയാണ്. ന്യൂട്രൽ ടോൺ നിശബ്ദമായ കാറ്റ്, മാർക്ക് ഇല്ലാതെ. ഇങ്ങനെ വിഷ്വൽ ഇമാജിനേഷൻ ഉപയോഗിച്ചാൽ ഓരോ മാർക്ക് നോക്കുമ്പോൾ തന്നെ ബ്രെയിൻ സൗണ്ട് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ സൗണ്ട് വായിക്കുമ്പോൾ കൈകൊണ്ട് മോഷൻ ഫോളോ ചെയ്യുക, ലൈൻ ഡ്രോ ചെയ്യുന്നത് പോലെ. ഇത് ബ്രെയിനിൽ ടോൺ ഡയറക്ഷൻ രജിസ്റ്റർ ചെയ്യും. ടോൺ മാർക്ക് ഒരു ഡ്രോയിങ് പോലെ കാണുക, സൗണ്ട് പോലെ കേൾക്കുക. അപ്പോൾ പ്രൊനൗൺസിയേഷൻ നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നും. ചൈനീസ് ഭാഷയുടെ മെലഡി തന്നെയാണ് ടോൺസ്. ഈ ടോൺ മാർക്കുകൾ ശരിയായി തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ നാച്ചുറൽ ആകും, മീനിങ് പെർഫെക്റ്റ് ആകും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഡൗട്ട്സ് കമൻസിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. സായ്ചി.